നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ നിമിഷം നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്ന ഒരു അദൃശ്യമായ ശബ്ദമായി തന്നെ ഈ സന്ദേശത്തെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ആ കോലാഹലങ്ങൾ അതെല്ലാം അടങ്ങുകയും ചില കാര്യങ്ങൾ നിങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കേണ്ടതായ സാഹചര്യവുമാണ് ഉള്ളത്. അതിനാൽ ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തൂ, അല്ലെങ്കിൽ ഓം നമഃ ശിവായ എന്ന് കമന്റായി രേഖപ്പെടുത്തി ഏവരും വധിക്കൂ. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കേണ്ടതാണ്. മറ്റു കാര്യങ്ങൾ അത് പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന ആത്മാവിനെ ഉണർത്തുവാൻ സാധിക്കുന്ന ഒരു സന്ദേശമായി തന്നെ, അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലായി തന്നെ ഈ അധ്യായത്തെ പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളും ഭഗവാൻ ഈ അധ്യായത്തിലൂടെ ഒരു വെളിപ്പെടുത്തലായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ ആഴത്തിലേക്ക്, ആത്മാവിന്റെ ആഴത്തിലേക്കാണ് ഈ സന്ദേശം എത്തുന്നത്. ഇതൊരു വെളിപ്പെടുത്തൽ തന്നെയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയം നിങ്ങൾ കാത്തിരുന്നതായ പല സത്യങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഈ സമയം ചില സത്യങ്ങൾ നിങ്ങളുടെ ആത്മാവിലേക്ക് കടക്കുന്ന, ആത്മാവിനെ ഉണർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം ഭഗവാൻ നിങ്ങളോട് പറയുന്നതായ കാര്യങ്ങൾ അത് കൃത്യതയോടെ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നു എന്നത് പോലും ഈശ്വരാനുഗ്രഹത്തിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് യാദൃശ്ചികമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മനസ്സുകൊണ്ട് പോലുമാകാം. അത്തരത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു ശക്തിയായി തന്നെ, ഊർജമായി തന്നെ ഈ സന്ദേശത്തെ പരാമർശിക്കുവാൻ സാധിക്കും. കൃത്യമായ സമയത്ത് തന്നെയാണ് ഈ സന്ദേശം നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല കാര്യങ്ങളും പലരോടും തുറന്ന് പറയുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അത്തരമൊരു വിഷമതകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മാനസികപരമായ ഒരു തളർച്ച ജീവിതത്തിൽ അനുഭവഭേദ്യമാകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ നെഞ്ചിലെ വലിയ ഭാരം കൃത്യമായി തന്നെ ഈ സമയം ഭഗവാൻ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഭാരത്തെ അത് ഭഗവാൻ കൃത്യതയോടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങൾ അത് കൃത്യതയോടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അദൃശ്യമായ മുറിവുകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾ അനുഭവിക്കുന്ന ആഴമേറിയതായ ആ പുകയുന്നതായ അസ്വസ്ഥതകൾ പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥതയോടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ശാന്തമാണ് എന്ന് തോന്നിയാൽ പോലും അതിന് പോലും സാധിക്കാത്തതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷപരമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നാം എങ്കിൽ പോലും അപ്രകാരമല്ല സാഹചര്യം എന്നുള്ളതാണ് വാസ്തവം.
നിങ്ങളുടെ ജീവിതം തീർച്ചയായും പല മാറ്റങ്ങളിലൂടെയും കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ സന്തുഷ്ടനാണ് എന്ന കാര്യം ഓർക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളിലും അസ്വസ്ഥതകളും നിങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്നത് വാസ്തവമാണ്. പലപ്പോഴും അഭിനയിക്കേണ്ടതായ സാഹചര്യമുണ്ട്. മറ്റുള്ളവർക്ക് മുൻപിൽ കുഴപ്പങ്ങളില്ല എന്ന രീതിയിൽ അഭിനയിക്കുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. എന്തോ ഒരു കുറവ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തോ ആത്മാവ്, ദൈവാംശമായ ആത്മാവ് നിങ്ങളോട് പറയുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തതായ സാഹചര്യമോ അവ്യക്തതയോ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യമായി തോന്നാം എങ്കിലും പിന്നീട് ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ചിരി, അത് ആത്മാർത്ഥമായ ചിരി ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമല്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും അപ്രകാരം സംഭവിക്കുന്നു. ചില കാര്യങ്ങളിൽ മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ദുഃഖവും ഭാരവും നിങ്ങളുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞു വരുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമകരമായ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും അദൃശ്യമായ നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് കൃത്യമായി കാണുവാൻ സാധിക്കാത്തതായ പല ശക്തികളും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. അവയുടെ സ്വാധീന ഫലമായി തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ പോലുമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നതായ പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു ബോധ്യമില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത്തരം കൈപ്പേറിയതായ പല സാഹചര്യങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച് പോന്നിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഈ സമയം അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരിക്കുവാനും ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് മാറ്റങ്ങളിലേക്ക് കടക്കുകയാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ചിലർ നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതായ ചില പ്രവൃത്തികൾ ചെയ്യുകയോ നിങ്ങളെ അംഗീകരിക്കുകയോ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉടലെടുക്കാം എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും പലർക്കും നിങ്ങളെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പലപ്പോഴും നിങ്ങളുടെ വളർച്ചയോ അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റ രീതികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് അത് താല്പര്യപ്പെടുന്നില്ല, ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴും താഴ്ന്നു നിൽക്കും എന്നൊരു ചിന്ത പലർക്കും ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അത്തരം വ്യക്തികൾക്ക് ചില വ്യക്തമായ തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടിലേക്ക് വലിച്ചിഴക്കുവാൻ ശ്രമിക്കുന്നതായ ചില വ്യക്തികൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പലപ്പോഴും അത്തരം വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. അത്തരം വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട ദോഷാനുഭവങ്ങളെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. യഥാർത്ഥമായ സത്യം നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. മറഞ്ഞിരിക്കുന്നതായ സത്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും ജീവിതത്തിൽ ഉടലെടുക്കാം എന്നത് വാസ്തവമാണ്. ഈ സമയം വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആത്മാർത്ഥമായി ചിരിക്കുവാൻ സാധിക്കുകയോ സന്തോഷം കൃത്യമായി പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉടലെടുക്കാം എന്നുള്ളതാണ്. പല സത്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്.
നിങ്ങൾ തീർച്ചയായും ഉയരങ്ങളിലേക്ക് കടക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം തീക്ഷ്ണമായ രീതിയിലുള്ള അസൂയ ചില വ്യക്തികൾക്ക് ഉണ്ട് എന്നത് വാസ്തവമാണ്. അവർ നിങ്ങളുടെ ഉയർച്ചയോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളോ സഹിക്കുവാൻ സാധിക്കാതെ കരയുന്നതായ അത്രമേൽ വിഷമകരമായ സാഹചര്യം അവർക്കുണ്ട് എന്നുള്ളതാണ്. അവർ ഒരു പക്ഷേ നിങ്ങൾക്ക് മുൻപിൽ ചിരിക്കുന്നതായ സാഹചര്യം ഉണ്ടാകാം. എന്നാൽ അവർ വല്ലാതെ വിഷമിക്കുന്നതായ സാഹചര്യം, നിങ്ങൾക്ക് ഈ ഉയർച്ച അവരെ വല്ലാതെ ബാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അത് മനസ്സിലാക്കുവാൻ പെട്ടെന്ന് സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. ഇത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാൽ പലപ്പോഴും നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കാതിരുന്നിരുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ ഉയർന്നു പോകുമോ എന്ന ഭയം തുടർന്നും അവരിലുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ പല വിജയങ്ങളും അവരുടെ ജീവിതത്തിലെ അന്ധകാരത്തെ തുറന്നു കാണിക്കുന്ന സാഹചര്യമായി മാറും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ ബലഹീനതകളെ കുറിച്ച് പലപ്പോഴും അവർ ഓർക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം അവരുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ അവർ ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഇനി നിങ്ങൾ അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി തരണം ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നത് അവരുടെ അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾ ശുദ്ധരാണ് എന്ന് കരുതി പലപ്പോഴും പല കാര്യങ്ങളിലും അവർ ചതിക്കുവാൻ ശ്രമിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. പല വ്യക്തികളെയും നിങ്ങൾ അമിതമായി ചിന്തിച്ചിരുന്നതും നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായും തുറന്നു വെച്ച് പല കാര്യങ്ങളും കൃത്യതയോടെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ മുൻപിൽ തീർച്ചയായും മനോഹരമായ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു എന്നത് വാസ്തവമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും പല ദൗർബല്യങ്ങളും അവരോട് നിങ്ങൾ അറിയാതെയെങ്കിലും പങ്കുവച്ചിട്ടുണ്ട്. അത് അവരുടെ ആയുധമായി പലപ്പോഴും മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അവർ ആത്മാർത്ഥത അർഹിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. അവർ തീർച്ചയായും പല കാര്യങ്ങളിലും നിങ്ങളുടെ നാശം രഹസ്യമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള രഹസ്യമായ പ്രവൃത്തികൾ ചെയ്തിരുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. അവരുടെ ഹൃദയം വിശുദ്ധി ഉണ്ടായിരുന്നില്ല എന്നത് വാസ്തവമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ വൈകിയാണ് എങ്കിലും മനസ്സിലാക്കേണ്ടതായ സാഹചര്യം, നിങ്ങളുടെ ജീവിതത്തിൽ അദൃശ്യമായ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു. അത് ഭഗവാന്റെ സംരക്ഷണമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം ഭഗവാൻ തന്നെ നിങ്ങളോട് പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ഇരുട്ടിനെ ഭഗവാൻ തരണം ചെയ്യുന്ന സാഹചര്യമുണ്ട്. വഞ്ചനകളെ കുറിച്ച് കൃത്യമായ സൂചനകൾ നൽകുകയും അത് കൃത്യതയോടെ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വഞ്ചനകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഭഗവാന്റെ അദൃശ്യമായ ഒരു സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം പൂർണ്ണമായ സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം വലിയ സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ പതിയേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് തീർച്ചയായും ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. വലിയ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും അത്തരത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ചുറ്റുമുള്ളവർ പലപ്പോഴും നിങ്ങളെ പല കാര്യങ്ങളിലും അവഗണിച്ചു എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും മറ്റുള്ളവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായ സാഹചര്യം പോലും ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്.
അത്തരം വ്യക്തികളുടെ ഉദ്ദേശശുദ്ധി നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാനായി പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ സമയങ്ങളിലും നിങ്ങൾ പലപ്പോഴും വളരെയധികം വിഷമിക്കുകയും കരഞ്ഞിരിക്കുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ഹൃദയം തകർന്നു പോയതായ സാഹചര്യമുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ വിഷമതകൾ അത്രമേൽ പരിധി വിട്ടതായ സമയങ്ങളിലെല്ലാം നിങ്ങളെ താങ്ങി നിർത്തിയത് ഭഗവാന്റെ കരങ്ങളാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. നിങ്ങൾ തളർന്നു വീഴാതിരിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾ വീണു പോകാതിരിക്കുവാൻ പലപ്പോഴും ഭഗവാൻ നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളൊന്ന് പുറകിലേക്ക് ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ അത് കൃത്യതയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേവലം ഒരു വാക്കുകൾ മാത്രമല്ല, ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന വലിയ സന്ദേശം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു വ്യക്തിക്കും നിങ്ങളെ തകർക്കുവാൻ സാധിക്കില്ല എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കൃത്യമായി തന്നെ നിങ്ങൾ നിരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. പലരും അപ്രകാരം നിരീക്ഷിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത് കൃത്യതയോടെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. പല കാര്യങ്ങളിലും അദൃശ്യമായ ഒരു പോരാട്ടം പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ചുറ്റും തീർച്ചയായും ഒരു സംരക്ഷണം അത് പ്രകടമാകുന്ന സാഹചര്യമുണ്ട്. അത് ഭഗവാൻ നിങ്ങളിലേക്ക് മനസ്സാൽ അറിഞ്ഞു തന്നിരിക്കുന്നതായ ഒന്ന് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സമയം നിങ്ങൾ പല കാര്യങ്ങളും മറന്നു പോകുന്ന സാഹചര്യമുണ്ട്. അതായത് ചില വ്യക്തികളെ നിങ്ങൾ വീണ്ടും വിശ്വസിക്കാൻ പോകുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം പലരുടെയും വാക്കുകൾ നിങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടതായ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കൃത്യതയോടെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളിലും പലരുടെയും വാക്കുകൾ വളരെയധികം അപകടകരമാണ് എന്ന് മാത്രമല്ല, പലരുടെയും പുഞ്ചിരി അത് സത്യസന്ധമല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾക്ക് മുൻപിൽ കാണുന്നത് പോലെയല്ല പല വ്യക്തികളും എന്ന കാര്യം കൃത്യതയോടെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങളുടെ തന്ത്രങ്ങൾ അത് കൃത്യമായി പരീക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ നിഷ്കളങ്കത പലരും മുതലെടുക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ തീർച്ചയായും ഒരു പുനർവിചിന്തനം നിങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ്. സ്നേഹത്തെ പലപ്പോഴും അവർ ആയുധമാക്കുന്ന സാഹചര്യമുണ്ട്. അത് ബലഹീനതയായി കാണുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം ദുരുപയോഗപ്പെടുത്തുന്നു എന്നത് വാസ്തവമാണ്. തീർച്ചയായും നിങ്ങൾ സ്വപ്നങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടതായ ആ ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. എവിടെയും വിശ്വസിക്കണം എങ്കിൽ പോലും അത് അന്ധമായ വിശ്വാസമാകരുത് എന്ന കാര്യം ഓർക്കുക. പലരും നിങ്ങൾക്ക് മുൻപിൽ വാതിലുകൾ അടച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. സമാധാനം നഷ്ടപ്പെട്ടതായ സാഹചര്യം പോലുമുണ്ട്. നിശബ്ദമായി പല കാര്യങ്ങളും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ തീർച്ചയായും നിങ്ങളെ തളർത്തുക എന്നത് അവർക്ക് അസാധ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവ് അവർക്ക് ഈ സമയമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സംരക്ഷണം നൽകി നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഭഗവാനെ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥമായി നിങ്ങൾ ചിന്തിക്കണം. ബുദ്ധിപരമായി നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് പ്രതികാരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടില്ല. ഈ സമയം നിങ്ങളുടെ ആത്മാവിന് ശരി എന്ന് തോന്നുന്നതായ ശരിയായ കാര്യങ്ങൾ പ്രവർത്തിക്കാം. എന്നാൽ പ്രതികാരം ഒരിക്കലും പാടുള്ളതല്ല. എല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിക്ക് മുൻപിൽ അർപ്പിച്ച് നിങ്ങളുടെ ശരിയായ പ്രവൃത്തികളിൽ നിങ്ങൾ ഏർപ്പെടണം. അത് തന്നെയാണ് ഈ സമയം യഥാർത്ഥ മാർഗം എന്ന് കൂടി ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംരക്ഷണം ഭഗവാൻ നൽകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഈ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങൂ.